അതിൻ്റെ ക്രിയേറ്റീവ് ഹെഡായിരുന്ന അനിൽ അയിരൂർ എന്ന് പറഞ്ഞ സാറുണ്ട്. അദ്ദേഹമാണ് ആ പോർഷൻ ഡയറക്റ്റ് ചെയ്തത്. കാരണം ഇവന്മാരെ പിടിച്ചാൽ കിട്ടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ആണുങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി പേടി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്ക് കാര്യമൊന്നും അറിയില്ല ഇപ്പോഴും. എന്തായാലും അത് ഡയറക്റ്റ് ചെയ്യാൻ വന്നത് അദ്ദേഹമാണ്, അനിൽ അയിരൂർ സാറാണ്. അങ്ങനെ ആ കുട്ടികളുടെ ഒപ്പമുള്ള എൻ്റെ കുറേ സംഭവങ്ങളാണ് ഇതിലേക്ക് എൻ്റെ എൻട്രി വരുന്നത്, ഉപ്പുമുളയിലേക്കുള്ള എൻട്രി വരുന്നത്. ജോലി സ്ഥലം ജോലിയായിട്ട് തന്നെ മാറ്റുമൊക്കെ മറ്റേ എന്താ പറയുക, വീടായിട്ട് മുന്നോട്ട് ഒന്നും എടുത്ത് തലയിൽ വെക്കാണ്ട് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ ശാന്തമായിരിക്കും. നമ്മളെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ലൈഫ് എന്ന് വെച്ചാൽ. പഴയ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവില്ല, പുതിയ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവില്ല, ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോവുക. ആരും എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവില്ല അല്ലേ? ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അപ്പം പിന്നെ നമ്മൾ തനിച്ചാണ് യാത്രയിൽ എന്ന് ചിന്തിക്കുക. വരുന്നവർ വരട്ടെ, പോകുന്നവർ പോരട്ടെ, അങ്ങനെ ചിന്തിച്ചാൽ ഒരു പ്രശ്നമില്ല. മരിക്കാൻ വേണ്ടി ജീവിച്ചിട്ട് കാര്യമില്ല, ജീവിക്കാൻ വേണ്ടി ജീവിക്കണം. അപ്പോൾ അതെനിക്കൊരു മെമ്മറിയിലുള്ളൊരു കാര്യമാണ്. ഇനി ജീവിക്കണം. കാരണം നമുക്ക് വേണ്ടി നമുക്ക് കുറച്ചാൾ ജീവിച്ചിട്ട് മരിച്ചാൽ പ്രശ്നമില്ല. ഇതുവരെ ജീവിച്ചു എന്ന് പറയാനല്ല പറ്റുക, ജീവിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇപ്പൊ ചേച്ചി തിരക്കേറിയ ജീവിതത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി പറഞ്ഞായിരുന്നു ഒരേ സമയത്ത് 8-9 സീരിയലുകളിൽ വരെ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് വീട്ടിൽ സാന്നിധ്യം കുറച്ച് കുറവായിരിക്കുമല്ലോ. കുട്ടികൾക്ക് എങ്ങനെയാണ് ആ ഒരു സമയത്ത് അവരെയൊക്കെ ടേക്ക് കെയർ ചെയ്തിരുന്നു? പരിഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഞങ്ങളോട്? അത് ഒരുപാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ടൈമിലൊക്കെ അവർക്ക് എന്നോട് അത്ര വലിയ അറ്റാച്ച്മെന്റ് അന്ന് ഉണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ വല്ലപ്പോഴാണ് വീട്ടിൽ വരുന്നത്, കൂടുതലും അമ്മയുടെ അടുത്താണ്. അപ്പം ആ ഒരു പ്രായം എന്ന് വെച്ചാൽ അവർ കൂടുതലും കളിച്ച് കിടക്കുന്ന പ്രായമല്ലേ. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലോട്ടുള്ള കളി അല്ല, അവിടെ കുറേ കുട്ടികളുണ്ട്. അവരപ്പോൾ നോക്കിയാലും ഞാൻ വരുമ്പോഴൊക്കെ ഭയങ്കര അവിടെ അപ്പുറത്തൊക്കെ കളിയും ചിരിയൊക്കെ ആയിരിക്കും. പിന്നെ നൈറ്റാണ് നമ്മുടെ അടുത്തേക്ക് കൂടുതൽ. പിന്നെ പഠിക്കണ സമയമാകുമ്പോൾ, വൈകിട്ട് പഠിക്കണ സമയമാകുമ്പോഴൊക്കെ കൂടിരിക്കണം. ആ ടൈമിൽ പഠിപ്പിക്കും, പിന്നെ അത് കഴിഞ്ഞ് കിടന്നുറങ്ങും. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കും, അവരുടെ പരാതിയും പരിഭവങ്ങളൊക്കെ കേട്ടു. അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ കുറച്ച് ദിവസങ്ങളിലേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവരെ ഒരു ഏജ് എന്ന് വെച്ചാൽ നമുക്കൊരു 10-12 വയസ്സൊക്കെ 10 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുട്ടികളെ നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റില്ലെങ്കിൽ അവരതേപോലെ ടേക്ക് കെയർ, സംരക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ നിർത്താൻ. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ ഒരു 8ാം ക്ലാസ് തൊട്ട് അവരെ ഞാൻ മറ്റേ ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിച്ചത്. അപ്പോൾ അതവരെ കുറച്ചുകൂടെ കേപ്പബിൾ ആക്കിയിട്ടുണ്ട്. അതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് കുറച്ച് നല്ലതാണത്. കാരണം വെച്ചാൽ പലപ്പോഴും അവരുടെ സ്വന്തം കാര്യങ്ങൾ അവർക്ക് നന്നായി ചെയ്യാൻ പറ്റും. ആ ടൈമിലെന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ കൂടെ പോവാൻ, സ്കൂളിൽ കൊണ്ടാക്കാനും വിളിച്ചിട്ട് വരാനൊക്കെ നമ്മളില്ലെങ്കിൽ ഉണ്ടാവുന്ന ചില അപ്പം അതെന്നൊക്കെ നമുക്കൊരു ടെൻഷനാണ്. അവർ നന്നായി പോയി വരും, ഒരുപാട് കുട്ടികൾ അങ്ങനെ പോയിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മളൊരു മനസ്സമാധാനത്തിന് ഇത് പുറത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് അല്ലേ, കുട്ടികളൊറ്റയ്ക്ക്. അപ്പൊ ആ ഒരു ടെൻഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 പെൺകുട്ടികൾ. അപ്പൊ ആ സമയത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടൊക്കെയാണ് +2 വരെ അങ്ങനെയായിരുന്നു. അതായത് 8 തൊട്ട് +2 വരെ അങ്ങനെ ചെയ്തു. അതിനു മുന്നേ തന്നെ പോയിട്ട് ആ വീടിനടുത്ത് തന്നെ ആയിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ടെൻഷനാണ് നമുക്കിപ്പോൾ ലൊക്കേഷൻ ഇന്നത്തെ പോലെ ഫോൺ മൊബൈലൊന്നും അന്നില്ലല്ലോ. ഇപ്പം വിളിച്ച് അവരെങ്കിലും മൊബൈലാ നമ്മളേലും മൊബൈലിൽ വിളിച്ച് ചോദിക്കാന്ന് വെച്ചാൽ നമുക്ക് അറിയാനും മേല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടത് ഇങ്ങനെയൊക്കെയാണ്. ചേച്ചി ഇപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിൽ ചേച്ചിക്കുണ്ട്. എങ്ങനെയായിരിക്കണം ഈ ഒരു ഫീൽഡിലെ യാത്ര അല്ലെങ്കിൽ ജേണി? ഒരു ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും? യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഈ യാത്രയിൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു യാത്രയിൽ നമുക്ക് നല്ലതും ചീത്തതുമായ ഒരുപാട് ആൾക്കാരാണല്ലോ നമുക്ക് അല്ലേ. യാത്രയിൽ നമ്മളുടെ ആ പരിചയങ്ങളും ഒക്കെയാണ് നമുക്ക് പ്രശ്നങ്ങളും ഒക്കെ നല്ലതും ചീത്തയും എല്ലാം ഉണ്ടാവണം. അപ്പോൾ എല്ലാം തലക്കയറ്റി വെക്കാണ്ട് മുന്നോട്ട് പോവുക. കുറച്ച് നമുക്ക് റിസർവ്ഡ് ആകുക കുറച്ച്, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ഇപ്പോൾ ജോലി സ്ഥലം ജോലിയായിട്ട് തന്നെ മാറ്റുമൊക്കെ മറ്റേ എന്താ പറയുക, വീടായിട്ട് മുന്നോട്ട് ഒന്നും എടുത്ത് തലയിൽ വെക്കാണ്ട് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ ശാന്തമായിരിക്കും. ഒരുപാട് നമ്മൾ എല്ലാത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഒന്നിലോട്ടും കൂടുതൽ ഇറങ്ങി ചെല്ലാതെ പോയാൽ സൈലൻ്റായിട്ട് മുന്നോട്ട് പോകും. നമ്മളെ ജോലി, വീട്, പിന്നെ നമ്മൾ നല്ലൊരു കുറച്ച് സുഹൃത്തുക്കൾ, ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകാം.
എൻ്റെ ഒരു 10 വയസ്സ് വരെ, എൻ്റെ 1 തൊട്ട് 10 വയസ്സ് വരെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാണോ എനിക്ക് 10 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ ഉണ്ടായിരുന്നത്? അല്ല. ആണോ? അല്ല. പലരും പോയി. പല പുതിയ ആൾക്കാർ വന്നു, പഴയ ആൾക്കാർ പോയി. അല്ലെങ്കിൽ പഴയ ആൾക്കാർ ചിലർ മാത്രം ഇപ്പോൾ ഉണ്ട് സുഹൃത്തുക്കൾ, അല്ലേ? പിന്നെ 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള യാത്രയിൽ ഉണ്ടായിരുന്ന ആ ബാക്കിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഉണ്ടോ? ഇല്ല. അത് നമ്മളെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ലൈഫ് എന്ന് വെച്ചാൽ പഴയ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവില്ല, പുതിയ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവില്ല. ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോവുക. ആരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, അല്ലേ? ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അപ്പം പിന്നെ നമ്മൾ തനിച്ചാണ് യാത്രയിൽ എന്ന് ചിന്തിക്കുക. വരുന്നവർ വരട്ടെ, പോകുന്നവർ പോരട്ടെ, അങ്ങനെ ചിന്തിച്ച ഒരു പ്രശ്നമില്ല. ഇപ്പം ചേച്ചി പാസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും, ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇത് ഇപ്പോൾ ഉള്ള ചേച്ചിയുടെ ജീവിതത്തെ ബാധിക്കരുത് എന്ന് പറഞ്ഞിട്ട് മൈൻഡ് ഇങ്ങനെ കട്ട് ഓഫ് ചെയ്ത് പ്രസന്റിൽ ഇപ്പോൾ ഉള്ള ലൈഫ് അല്ലെങ്കിൽ മുന്നോട്ട് ഇനി എന്തെന്ന് ഫുള്ളി അവെയർ ആയിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റാറുണ്ടോ? ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും നാളെ എന്തെന്നും പറഞ്ഞാലല്ലോ. എനിക്ക് അയ്യോ നാളെ എനിക്കത് ചെയ്യാൻ പറ്റുമോ, നാളെ എനിക്ക് അങ്ങനെ ആവാൻ പറ്റുമോ, നാളത്തെ കാര്യം എന്താണ്, അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചാൽ ജീവിക്കാനേ പറ്റില്ല. ഇന്നെന്താണ് ഏറ്റവും വലുത്? ഇന്നത്തെ കാര്യം ഞാൻ നന്നാക്കി കൊണ്ടുപോകും. ഇന്ന് ഞാൻ നന്നാക്കിയാൽ മാത്രമേ നാളെ എനിക്ക് നന്നായിട്ടിരിക്കുള്ളൂ. അത് ചിന്തിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ സിറ്റുവേഷൻ ആണോ പ്രശ്നങ്ങൾ, അല്ലേ? ചില സിറ്റുവേഷൻസ് നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. എങ്ങനെ ആളുകളെ വിലയിരുത്തുന്ന, മനസ്സിലാക്കുന്ന, എൻ്റെ ഫ്രണ്ട് ആവാൻ കൊള്ളാം, എനിക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കൊള്ളാം, ഒരു വിശ്വാസം ഒരാളിൽ ഏതറ്റം വരെ പോകുമ്പോഴാണ് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്? ആരെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെ വിശ്വസിക്കുക, അതാണ് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം. നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു, ഞാൻ പറയുന്ന കാര്യവും ഞാൻ ചിന്തിക്കുന്ന കാര്യവും പൂർണ്ണമായിട്ട് എനിക്കറിയാം. അതാണ് സത്യമെന്ന് എനിക്കറിയാം. ഇയാൾ പറയുന്ന കാര്യം ഞാൻ കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ഇയാൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല. ഇയാൾ എന്ത് ചിന്തിച്ച് നാളെ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല, ഇല്ലേ? അതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അപ്പോൾ ഏതാ സത്യം? ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ സത്യം എന്ന് പറയണത്. ഞാൻ പറയുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും മാത്രമാണ് എനിക്ക് സത്യം. മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ എനിക്ക് സത്യമായിട്ട് തോന്നണേ. അത് സത്യമാണോ ഇല്ലെന്നുള്ളത് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ നിങ്ങളാവണം. അതെനിക്ക് എന്തായാലും ആവാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ ഉള്ളിലുള്ള ചിന്ത നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങളോട് ഞാൻ പറയാത്ത കാര്യങ്ങളുണ്ടാവാം. എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു, നിങ്ങളോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചു. പക്ഷെ നിങ്ങളോട് തുറന്നു പറയാൻ പറ്റാത്ത കാര്യം എന്തെങ്കിലും അങ്ങനെയാണ്. അതാണ്. അതുകൊണ്ട് എപ്പോഴും സത്യം എന്താണ്? അതാണ് നമുക്ക് സത്യം. ശരിക്കും നമ്മളെന്ന് പറയുന്നതാണ് സത്യം. അത് തന്നെയാണ് ഒരു ക്ഷേത്രം, അത് തന്നെയാണ്. നമ്മള് ഉള്ളിലാണ് ഈ ക്ഷേത്രം, അല്ലെ? ഈശ്വരൻ വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് സത്യം. അതുകൊണ്ട് നമ്മളെ നന്നാക്കാനും നമ്മളെ ചീത്തയാക്കാനും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഈ ഉപ്പുമുളകിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ആ ഒരു ജേണി ഒന്ന് പറയാമോ? അത് കുട്ടിക്കലവറ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം. ആദ്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉപ്പുമുളകിൽ ഞാൻ പലപ്പോഴും ഉപ്പുമുളകിലേക്കുള്ള ജേണി മാത്രമേ എല്ലാവരും ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ ശരിക്കും ഈ ഫ്ലവേഴ്സ് എന്ന ചാനലിൽ ഞാൻ വരുന്നതിനൊരു കാരണമുണ്ടല്ലോ, അല്ലേ? അവിടെ അന്ന് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പം അതിനകത്ത് സ്മാർട്ട് ഷോ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്നെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്, അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, എൻ്റെ നമ്പർ കൊടുക്കുന്നത് ഡിംപിൾ റോസ് എന്ന് പറഞ്ഞൊരു കുട്ടി, അറിയാമോ? നേരത്തെ അഭിനയിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ ആ കുട്ടി അഭിനയിക്കണില്ല, ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഇടയ്ക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അവർക്ക്. ഡിംപിൾ റോസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. ആ കുട്ടിയുടെ അമ്മയാണ് എന്നെ വിളിച്ചിട്ട് പറയാം, നിഷയുടെ നമ്പർ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരിങ്ങനെ ചോദിച്ചു, ആർട്ടിസ്റ്റുകളുടെ ഒക്കെ നമ്പർ ചോദിച്ചു, അവർക്ക് സ്മാർട്ട് ഷോയിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ അവരാണ് എൻ്റെ നമ്പർ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്മാർട്ട് ഷോയ്ക്ക് ഇങ്ങനെ അവിടെ ആ പയ്യൻ വിളിച്ചു. അവിടെ നിന്ന് വിളിച്ചപ്പോൾ അതിനകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഞാൻ ആദ്യമായിട്ട് ആ ചാനലിൽ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് അവർ അടുത്ത പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഇതിൽ വന്ന ആൾക്കാരെയൊക്കെ അവർ ചിലപ്പോൾ വിളിക്കുമല്ലോ, സ്വാഭാവികം.
അപ്പോൾ അങ്ങനെ ആ ഡിംപിൾ റോസിൻ്റെ മമ്മി പറഞ്ഞിട്ടാണ് ആദ്യം ഞാൻ അവിടെ ചാനലിലേക്ക് എത്തുന്നത്. ആ ചാനലിൽ അങ്ങനെ എത്തിയത് കൊണ്ടാണ് അവരുടെ പല പ്രോഗ്രാംസിലും വിളിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരാൾക്ക് ഇന്നൊരു ആർട്ടിസ്റ്റ് വന്നിരുന്നാൽ അങ്ങനെയാണ് ആ പയ്യൻ ഇങ്ങനൊരു കുട്ടിക്കലവറാന്നൊരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട് ചേച്ചി. അപ്പോൾ അതിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്, ചേച്ചിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആ ടൈമിൽ വേറെ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെ എങ്ങനെയോ എനിക്കും അതിനകത്തൊരു ഇങ്ങനെ കിട്ടി. അപ്പോൾ അത് 2 കുട്ടികൾക്ക് ഒരു മെൻറ്റർ വെച്ചിട്ടാണ് ആ പ്രോഗ്രാം. അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു മെൻറ്റേഴ്സായിട്ട്. അപ്പോൾ അങ്ങനെ കുട്ടിക്കലവറ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നപ്പോൾ അത് ഡയറക്റ്റ് അതിൻ്റെ പ്രൊഡ്യൂസർ സിന്ധു ശ്രീധറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി 2 കുട്ടികളെ എനിക്ക് തന്നു. നല്ല കുർത്തക്കെട്ട കുട്ടികളായിരുന്നു. അപ്പോൾ അവരുടെ മെൻറ്ററായിട്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് അവരുടെ കുരുത്തക്കേട് കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല, അതിൻ്റെ ക്രിയേറ്റീവ് ഹെഡായിരുന്ന അനിൽ അയിരൂർ എന്ന് പറഞ്ഞ സാറുണ്ട്. അദ്ദേഹമാണ് ആ പോർഷൻ ഡയറക്റ്റ് ചെയ്തത്. കാരണം ഇവന്മാരെ പിടിച്ചാൽ കിട്ടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ആണുങ്ങളാകുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി പേടി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്ക് കാര്യമൊന്നും അറിയില്ല ഇപ്പോഴും. എന്തായാലും അത് ഡയറക്റ്റ് ചെയ്യാൻ വന്നത് അദ്ദേഹമാണ്, അനിൽ അയിരൂർ സാറാണ്. അങ്ങനെ ആ കുട്ടികളുടെ ഒപ്പമുള്ള എൻ്റെ കുറേ സംഭവങ്ങളാണ് ഇതിലേക്ക് എൻ്റെ എൻട്രി വരുന്നത്, ഉപ്പുമുളയിലേക്കുള്ള എൻട്രി വരുന്നത്. കാരണം ശിവന്മാർ നല്ല വില്ലന്മാരായിരുന്നു, അവരെ വളച്ചെടുക്കാന്ന് വെച്ചാൽ ടാസ്ക്കായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ടാണ് ആ പോർഷൻ പുള്ളി ഡയറക്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇതിലേക്ക് എൻട്രി കിട്ടിയത്. കാരണം അത് ആ സമയത്ത് ഇതിൻ്റെ ചർച്ച എന്തോ നടക്കായിരുന്നു, ഉപ്പുമുളകിൻ്റെ ചർച്ച നടക്കായിരുന്നു. അപ്പോൾ ഈ പോർഷന് ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തു ഈ കുട്ടികളായിട്ടുള്ള സംഭവം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ്. ഇപ്പം അദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത് ഉപ്പുമുളകിലേക്ക്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സീരിയലാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ നമുക്ക് സ്കെഡ്യൂൾ കുറേ നാളുണ്ടാവില്ല. സിനിമയാണെങ്കിൽ ഒരു റോള് കഴിഞ്ഞ് തിരിച്ചു വരുന്നുള്ളൂ. അപ്പം ഡെയിലി ഇത് ചേച്ചിയുടെ ഒരു എന്താ പറയുക ക്രാഫ്റ്റിന് അല്ലെങ്കിൽ കലയെ കുറച്ചും കൂടി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ, കുറച്ചും കൂടി ഒന്ന് മിനിസിപ്പിച്ചൊക്കെ എടുക്കാനായിട്ട് എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? അത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമ്മളത് ഫ്ലെക്സിബിളായിട്ട് വരുമല്ലോ അല്ലേ. നമ്മളെ കൈകളിലേക്ക് പൂർണ്ണമായിട്ട് കിട്ടി. ഒരു കഥാപാത്രം നമ്മളൊരു സിനിമയിൽ ചെയ്ത 30 ദിവസം അല്ലെങ്കിൽ 40-60 ദിവസമുള്ളൂ അല്ലേ. അതേ സമയത്ത് ഈ ഒരു കഥാപാത്രം തന്നെ വർഷങ്ങളോടെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളത് മിനുക്കി എടുക്കാൻ പറ്റും. അതാണത് വ്യത്യാസം. ചേച്ചിക്ക് ചേച്ചിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കുമ്പം പേഴ്സണലി ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യം, ചേച്ചിയെ പറ്റി ആലോചിക്കുമ്പം ഞാനിങ്ങനെയാണല്ലേ, അതാലോചിച്ച് ഞാൻ പ്രൗഡാണ്. നമുക്ക് സെൽഫിൽ എല്ലാവർക്കും കാണില്ല എന്തെങ്കിലും ഒരു ആസ്പെക്ട്, അതെന്തായിരിക്കും? എന്നെപ്പറ്റി എനിക്ക് പ്രൗഡ് എന്ന് പറയാൻ എൻ്റെ ലൈഫ് തന്നെയാണ് പ്രൗഡ് അല്ലേ. ശരിക്കും ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ ലൈഫിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എൻ്റെ മാരേജിന് ശേഷം എന്ന് പറയാം. അവിടെ നിന്നാണല്ലോ ഒരു സ്ത്രീയുടെ വേറൊരു ടേണിങ് പോയിന്റ് ആണല്ലോ ലൈഫ്. അതുവരെ എന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും ചെല്ലക്കുട്ടി അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ഒരു സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്ന കുട്ടിക്കളികളും നമുക്ക് സ്വാതന്ത്ര്യം കൂടുതലുള്ളൊരു നമ്മളെ മാത്രം അല്ലേ. അവിടെ നമ്മൾ വേറെ അങ്ങോട്ട് ആരെയും ടേക്ക് കെയർ ചെയ്യണില്ല, നമ്മൾ അങ്ങനെ പാറിപ്പറന്ന് നടക്കാണ്. അവിടെ നിന്ന് തിരിച്ചൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ഭാര്യയായി, അവിടെ നമ്മളൊരു മദറായി, അങ്ങനെ അങ്ങ് മാറി വേറൊരു സ്ത്രീയുടെ അല്ലേ വേറൊരു വെർഷനിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൻ്റെ പ്രൗഡ് എന്ന് പറയാൻ എനിക്ക് ആ സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ ഈ നിമിഷം വരെ എൻ്റെ ലൈഫിൻ്റെ പ്രൗഡായിട്ട് ഇതിനെ കാണുന്നത് ഓരോ സെക്കൻഡ്സും എനിക്കൊരു പ്രൗഡ് തന്നെയാണ്. കാരണം അവിടെ നിന്ന് ഇവിടം വരെ എത്താനുള്ള ഒരു നമ്മുടെ ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. അത് വിടാതെ പിടിച്ച് നിർത്തുക എന്നുള്ളതാണ്. മരണം വരെ നല്ലൊരു സ്ത്രീയായിട്ട് ജീവിക്കാൻ, അല്ലെ നല്ലൊരു അമ്മയായി, അമ്മയായി, മരുമകളായി, അല്ലെ അമ്മൂമ്മയായി, ഭാര്യയായി, ഇങ്ങനെ ആ ഓരോ നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ ക്യാരക്ടറും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അത് തന്നെ എൻ്റെ പ്രൗഡാണ്. അപ്പോൾ ഈ ലൈഫ് എൻ്റെ ഏറ്റവും ഓരോ സെക്കൻഡ്സും എനിക്ക് പ്രൗഡ് തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ ജോലി ചെയ്തിട്ട് എൻ്റെ മക്കളെ എനിക്ക് സംരക്ഷിക്കാൻ, തൃപ്തിയോടെ സംരക്ഷിക്കാൻ, സ്ത്രീ ഞാൻ ജോലി ചെയ്തിട്ട് അതിൻ്റെ ഇൻകം കൊണ്ട് എനിക്ക് എൻ്റെ ഒരു കുടുംബം കെട്ടിപ്പടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രൗഡാണ്.
ഞാൻ ജോലി ചെയ്തിട്ട് എന്നെ സംരക്ഷിച്ച് എന്നെ വളർത്തി എന്നെ വലുതാക്കി എന്നെ ഒരു ഒറ്റയ്ക്ക് എനിക്ക് ജീവിക്കാൻ പറ്റുന്ന നിലയിൽ എന്നെ വളർത്തി വലുതാക്കി എൻ്റെ പാരൻസിന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രൗഡാണ്. പിന്നെ എന്നെ വിശ്വസിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എനിക്ക് സംസാരിക്കാനും കാണാനും മീറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രൗഡാണ് അല്ലേ. ഇപ്പം മോളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാഹചര്യം ഈ മൊമെൻറ്റും പ്രൗഡാണ്. അടിപൊളി. ഓക്കെ, ഇനി മക്കളെ കുറിച്ചൊക്കെ പറയൂ. മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, എല്ലാരെ പറ്റിയും പ്രേക്ഷകർ പറയൂ. 2 കുട്ടികളാണ്, പലർക്കും അറിയാവുന്നതാണ്, എന്നാലും പറയാം. 2 പെൺകുട്ടികളാണ്, രവതിയും രേവിതയും. അത് രവതി മാരീഡാണ്. മരുമകൻ റോണി, പേരക്കുട്ടി റയാൻ, അവനിപ്പോൾ 6 വയസ്സ് കഴിഞ്ഞു, 7 വയസ്സ് ആണ്. ഇതൊക്കെ തന്നെ. ചേച്ചി ഇപ്പോൾ കുറച്ചൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണല്ലോ, ഒരുപാട് വാരി വലിച്ച കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാ പ്ലാൻ, എങ്ങനെയാ ഫ്യൂച്ചർ, ചേച്ചിയുടെ ഒരു കരിയറും ഫാമിലി ലൈഫും എല്ലാം എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കണേ? അതായത് ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ബിസി ആയിട്ടിരിക്കണം, പക്ഷേ അത് നമ്മളെയും കൂടി ശ്രദ്ധിച്ചുകൊണ്ടാവേണ്ട ഒരു ഏജ് ഉണ്ട്. നമുക്ക് നല്ലോണം ആരോഗ്യമുള്ള ടൈമിൽ നമ്മൾ എല്ലുമുറിയെ പണിയെടുത്തിട്ട് പല്ലുമുറിയെ നമ്മൾ തിന്നുകൊണ്ടിരിക്കും അല്ലേ. പക്ഷേ ഈ എല്ല് മുറിയണ ഒരു ടൈം വരും, അതാണ് ആ ഒരു ഏജ് ഉണ്ട്. ആ ഏജിൽ നമ്മൾ എല്ലുമുറിയെ പണി ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം കാലപ്പഴക്കം എല്ലാത്തിനെയും പലപ്പോഴായിട്ട് അതിങ്ങനെ കുറച്ച് ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മുന്നോട്ട് ആരോഗ്യത്തോടെ കൊണ്ടുപോകാൻ ഇത്തിരി പാടായിരിക്കും. നമുക്ക് വേണ്ടി കുറച്ച് സമയം അതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജോലി നമ്മൾ ദലൈലാമ്മ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ കുറേ ടെൻഷൻ അടിച്ച് ജീവിച്ച് മരിക്കാൻ വേണ്ടി ജീവിച്ചിട്ട് കാര്യമില്ല, ജീവിക്കാൻ വേണ്ടി ജീവിക്കണം. അപ്പോൾ അതെനിക്കൊരു മെമ്മറിയിലുള്ളൊരു കാര്യമാണ്. ഇനി ജീവിക്കണം, കാരണം നമുക്ക് വേണ്ടി നമുക്ക് കുറച്ചാൾ ജീവിച്ചിട്ട് മരിച്ചാൽ പ്രശ്നമില്ല. ഇതുവരെ ജീവിച്ചു എന്ന് പറയാനല്ല പറ്റുക, ജീവിപ്പിച്ചു എന്ന് വേണം പറയാൻ അല്ലേ. എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് അവരെ സുരക്ഷിതമാക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാൻ വേണ്ടി ഉള്ള യുദ്ധത്തിലായിരുന്നു, ജീവൻ മരണ പോരാട്ടമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കാലം ജീവിക്കണം എന്നുണ്ട്, അത് സന്തോഷത്തോടെ കുറച്ച് ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ച് ഇടയ്ക്ക് വെച്ചിട്ട് ആരോഗ്യം പെട്ടെന്നൊരു പ്രശ്നത്തിലൊക്കെ പോയായിരുന്നു. അവിടെ നിന്നൊക്കെ ഒന്ന് പിച്ച വെച്ച് മാറി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറാൻ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ, കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് സന്തോഷത്തോട് കുറച്ച് കാലമെങ്കിലും, ഇനി ജീവിച്ചു തുടങ്ങിയിട്ടില്ല, ഇനി കുറച്ച് കാലമെങ്കിലും ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചേച്ചി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചേച്ചിക്ക് വേണ്ടി കുറേയധികം സമയം മാറ്റിവെച്ച് ചേച്ചിയെ സ്നേഹിച്ച് ഇനിയുള്ള കാലം വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് വളരെയധികം സ്നേഹത്തോടെ ആശംസിക്കുന്നു. എനിക്ക് ഇന്ന് ഇവിടുത്തെ കോൺവെർസേഷനിൽ ഒരു നല്ല സ്ത്രീയെ, അമ്മയെ, ഭാര്യയെ, മകളെ ഒക്കെ കാണാനായിട്ട് പറ്റി. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം നിന്ന് ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.